ഹേ ഗായ്സ്, ഐ എം ശരത്. സോ എത്തിക്കൽ ഫണ്ട്സ് ഇപ്പോൾ 18-20% താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ട് വന്നിട്ടുണ്ട്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന്. ഗൈസ്, എത്തിക്കൽ ഫണ്ട്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഷോർട്ട് ടേം ടിപ്സ് ഒന്നും എത്തിക്കൽ ഫണ്ട്സിന് മാറ്റർ ചെയ്യില്ല. ഇൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. 2000 മുതൽ എത്തിക്കൽ ഫണ്ട്സിൽ വന്ന ഡിപ്സൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ആ ഡിപ്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറൻ്റ് അതിൻ്റെ സിനാരിയോ എന്താണെന്നും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ഡീപ്പ് ഡൈവ് ചെയ്ത് മനസ്സിലാക്കാം ഈ ഡിപ്സൊക്കെ. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസർച്ചും അഡ്വൈസും ആവശ്യമുണ്ട്. സോ അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കിടപ്പുണ്ടാവും. ഞങ്ങളായിട്ട് ചാറ്റ് ചെയ്യാനും ചെയ്യാം. സോ ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെയും ടോറസ് എത്തിക്കൽ ഫണ്ടിൻ്റെയും ഒരു പെർഫോമൻസ് നോക്കാം. സോ ഞാൻ ഇവിടെ എടുത്തേക്ക് മണി കൺട്രോളിൻ്റെ സൈറ്റാണ്. അതിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് അതിൻ്റെ NAV വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി 379 റുപ്പീസാണ്. സോ 1 ഇയർ നോക്കുവാണെങ്കിൽ -0.89 കമ്പയർഡ് ടു 1.5. അതുപോലെ 6 മന്ത്സിൻ്റെ നോക്കുവാണെങ്കിൽ റിട്ടേൺസ് വന്ന് -4.62 കമ്പയർഡ് ടു -4.31. പിന്നെ 3 മന്ത്സിൻ്റെ നോക്കുവാണെങ്കിൽ 5.53 കമ്പയർഡ് ടു 6.31. 1 മന്തിൻ്റെ നോക്കുവാണെങ്കിൽ 1.62% കമ്പയർഡ് ടു 1.98. സോ കഴിഞ്ഞ മാസം വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫണ്ട്സൊക്കെ ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ റിക്കവറിങ് സ്റ്റേജിലാണ് കറൻ്റ്ലി. സോ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള റിട്ടേൺസാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പെർസെൻറ്റേജ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ടോറസ് എത്തിക്കൽ ഫണ്ട് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ NAV വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി 124 റുപ്പീസാണ്. 124.34. 1 ഇയർ നോക്കുമ്പോൾ 0.52% ഇൻക്രീസ് കമ്പയർഡ് ടു 0%. 6 മന്ത്സ് നോക്കുമ്പോൾ -3.83. സോ ആൻഡ് 3 മന്ത്സിന് നോക്കുവാണെങ്കിൽ 4.08. 1 മന്തിന് നോക്കുവാണെങ്കിൽ 2.64. സെയിം അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി വീക്കിലി ഉള്ള റിട്ടേൺസ്, അബ്സല്യൂട്ട് റിട്ടേൺസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ 2000 and 2008 കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഈ ഫണ്ട്സിലൊക്കെ വന്ന ഡിപ്സ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത് ടാറ്റ എത്തിക്കൽ ഫണ്ട്സിൻ്റെ റിക്കവറി സ്റ്റേജാണ്. സോ 2000 ലൈക്ക് ഫെബ്രുവരി 2000 ടു ഒക്ടോബർ 2000 ഏറ്റവും വലിയൊരു ഫോളോ കണ്ടത് -77.57%. അത് റിക്കവർ ചെയ്യാൻ എടുത്ത ടൈം പറഞ്ഞ് 2187 ഡേയ്സാണ് അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഡേറ്റ്സ്. അതുപോലെ 2001 ഒരു ഡിപ്പ് വന്നു, അത് 35% ഓൾമോസ്റ്റ്. സോ അത് റിക്കവർ ചെയ്യാൻ 866 ഡേയ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ വേറൊരു വലിയൊരു ഡിപ്പ് വന്നതെന്ന് വെച്ചാൽ 2020 ലൈക്ക് ഈ അടുത്ത കാലത്ത് ലൈക്ക് -29.19% അടുത്തുള്ള ഒരു ലോസാണ് വന്നിരിക്കുന്നത്. അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് ജസ്റ്റ് 179 ഡേയ്സാണ്. സോ ഇപ്പോൾ ഇനി കറൻ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ സെപ്റ്റംബർ ടു മാർച്ച് ലൈക്ക് 9, 2024 ടു 3rd 2025 -21.45% ഇപ്പോൾ കറൻ്റ്ലി ലോസിൽ പോകുന്നത്. സോ ഇനി നമുക്ക് ടോറസിൻ്റെയും കൂടി നോക്കാം. ടോറസ് എത്തിക്കൽ ഫണ്ട്സിൻ്റെ നോക്കുന്ന സമയത്ത് ടോറസ് മാർക്കറ്റിലോട്ട് വന്ന് 2011 സോ 2011 ജൂലൈ മുതൽ ഡിസംബർ 2011 വെച്ച് നോക്കുന്ന സമയത്ത് -13.56% ലോസാണ് വന്നിരിക്കുന്നത്. റിക്കവർ ചെയ്യാൻ എടുത്ത ഡേയ്സ് എന്ന് പറയുന്നത് 527 ഡേയ്സാണ് എടുത്തത്. അടുത്ത ഏറ്റവും കൂടുതൽ റിക്കവറി ഡേയ്സ് എടുത്തത് എന്ന് പറയുന്നത് മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നത് ലൈക്ക് നമ്മുടെ ഫണ്ട് റിക്കവർ ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 2015-16 പീരീഡിലാണ്. അതിൽ നമുക്ക് -19.78% ലോസാണ് വന്നിരിക്കുന്നത്. അത് റിക്കവർ ചെയ്യാൻ 615 ഡേയ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം വേറെ ഒന്നും കൂടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലോസ് വന്നത് 29.22%. അത് നടന്നത് 2020 ഇയറിലാണ്, 2020 ഫെബ് ടു മാർച്ച് 2020. സോ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി എടുത്ത ഡേയ്സ് എന്ന് പറയുന്നത് 168 ഡേയ്സാണ്. സോ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ലൈക്ക് റീസെൻറ്റ് ഡിപ്പ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 20.25% ലോസാണ് കറൻ്റ്ലി നടക്കുന്നത്. ആൻഡ് അത് സ്റ്റോപ്പ് ആയില്ല, സ്റ്റിൽ ഇൻ എ റിക്കവറി സ്റ്റേജ്. ദെൻ ഓൺലി വി ക്യാൻ നമുക്ക് എത്ര ഡേയ്സ് എടുത്തു റിക്കവർ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതും നിഫ്റ്റീൻ്റെ 500 ഷെയർ ഫണ്ട്സ് വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഓൾസോ യു ക്യാൻ സി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഇതുപോലെ മൾട്ടിപ്പിൾ കേസസ് ഇതിൻ്റെ മുന്നേ സംഭവിച്ചിട്ടുണ്ട്, ലൈക്ക് ഇപ്പം മാർക്കറ്റിൽ സംഭവിച്ച പോലത്തെ ഡിപ്സൊക്കെ. സോ ഇറ്റ് വിൽ റിക്കവർ വിത്ത് ടൈം. സോ ഇനി നമുക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന റിട്ടേൺസിൻ്റെ ചാർട്ട് നോക്കാം. ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെയാണ്. സോ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന SIP എമൗണ്ട് എന്ന് പറയുന്നത് 5,000 റുപ്പീസ്. നമ്മൾ SIP ബേസ്ഡ് റിട്ടേൺസ് ആണ് കേട്ടോ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ 5,000 റുപ്പീസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റ്. സ്റ്റാർട്ട് ഡേറ്റ് പറയുന്നത് ജൂലൈ 2000. ലൈക്ക് ഏറ്റവും കൂടുതലും ഓൾമോസ്റ്റ് 77% ഡൗൺഫാൾ വന്ന ആ ടൈമിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ആക്കിയിരിക്കുന്നത്. എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ട്
സിനാരിയോ 5th of 2025. സോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു SIP പോലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 14.95 lakhs ആണ്. ലൈക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറയുന്നത് 299. 5,000 വെച്ച് ഓൾമോസ്റ്റ് 299 ടൈംസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ നമുക്ക് വരുന്ന SIP വാല്യൂ ലൈക്ക് നമ്മുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് 1.69 crore അടുത്താണ് വന്നിരിക്കുന്നത്, വിത്ത് ആൻ XIRR ഓഫ് 16.37 എവറി ഇയർ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം സൈറ്റിംഗ് ആവണം നമ്മുടെ, ലൈക്ക് ഷോർട്ട് ടേം ആയിട്ട് പാടില്ല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. മ്യൂച്വൽ ഫണ്ട് ട്രേഡിംഗ് ആയിട്ട് കാണരുത്, അല്ലാതെ നമ്മൾ ലോങ് ടേം ആയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫൈ ചെയ്യാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിലിപ്പോൾ നമ്പർ കാണുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ടോറസിൻ്റെ SIP റിട്ടേൺസ് നോക്കാം. സോ ഇതിലും സെയിം ഞാൻ 5,000 rupees ഇൻസ്റ്റാൾമെൻറ്റ് വെച്ചിരിക്കുന്നത്. ഹിയർ 5,000 rupees ഇൻസ്റ്റാൾമെൻറ്റ്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 6th of 2009 മുതൽ. സോ 2009 വെച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഇപ്പോൾ കറണ്ട് സിനാരിയോ ലൈക്ക് May 2025 വെച്ച് നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 9.6 lakhs ആണ്. എൻ്റെ കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 31.35 lakhs അടുത്താണ്. സോ XIRR വാല്യൂ പറയുന്നത് 3.53. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ റിട്ടേൺസ് ലൈക്ക് -6% ഉള്ളിലാണ് നമുക്ക് ഇതുപോലത്തെ ഒരു റിട്ടേൺസ് നമുക്ക് XIRR വാല്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്നും നമുക്ക് സെയിം തന്നെ മനസ്സിലായിട്ടുണ്ടാവുക ലൈക്ക് ലോങ് ടേമിലാണ് നമുക്ക് നല്ല രീതിക്കുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്ന SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഈ ഫണ്ട്സിലൊക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ ഡിപ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നതൊക്കെ പ്രീവിയസ് മാർക്കറ്റ് ഡാറ്റ വെച്ചിട്ടാണ്. സോ ഓൺ ദ സ്ക്രീൻ നമുക്ക് ഫസ്റ്റ് ടാറ്റ എത്തിക്കൽ ഫണ്ട്സ് എടുക്കാം. സോ ടാറ്റ എത്തിക്കൽ ഫണ്ട്സിൽ ലംസമായിട്ട് 10 lakh rupees ആണ് ഇട്ടിരിക്കുന്നത്. അതിൽ വിഡ്രോവൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 rupees ആണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 2000 ആണ്. ലൈക്ക് June 2000 മുതലാണ് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് 10 lakh rupees ലംസമായിട്ട്. സോ മന്ത്ലി ഞാൻ 10,000 വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 2010 മുതലാണ് ടു 2025. സോ ഇത്രയും കാലത്തിൻ്റെ ലൈക്ക് ഓവർ 10 years ഞാൻ ആ ഫണ്ട് അവിടെ ഹോൾഡ് ചെയ്തു. അതിന് ശേഷമാണ് SWP സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് ഇപ്പോഴത്തെ വാല്യൂ വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ ഇതിൽ ഇപ്പോഴും ഈ SWPന് ശേഷവും എൻ്റെ കയ്യിലുള്ള എമൗണ്ട് ഇപ്പോഴും 2.6 crore rupees ആവും. ടോട്ടലായിട്ട് നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 18 lakh rupees. നമുക്ക് അതിൻ്റെ റിട്ടേൺസ് പറയുന്നത് 14.96. സോ ഇത്ര അധികം ഡിപ്സ് ആ 2000 to 2010 ഇടയിൽ ഉണ്ടായിട്ടും നമുക്ക് ഇത്ര നല്ല രീതിക്കുള്ള റിട്ടേൺസ് അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ലോങ് ടേം റണ്ണിനാണ് സ്യൂട്ടബിൾ എന്ന്. ഇനി നമുക്ക് അതുപോലെ തന്നെ ടോറസിൻ്റെ SWPയും കൂടി നോക്കാം. സോ ടോറസിൻ്റെ SWP നോക്കുന്ന സമയത്ത് സെയിം ലംസം എമൗണ്ട് 10 lakh rupees ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മന്ത്ലി വിഡ്രോവൽ എന്ന് പറയുന്നത് ഞാൻ 10,000 rupees ആണ് കാണുന്നത്. സോ 2009 ആണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. SWP സ്റ്റാർട്ട് ചെയ്തത് 2010 മുതൽ 1 year സ്പാൻ മാത്രമേ ഞാൻ അവിടെ ആ ഫണ്ട് അവിടെ ഹോൾഡ് ചെയ്തു. അതിന് ശേഷം ഞാൻ വിഡ്രോവൽ തുടങ്ങി ലൈക്ക് 10,000 per month. സോ അങ്ങനെ വിഡ്രോ ചെയ്തപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ആ ഫണ്ടിൻ്റെ കറണ്ട് വാല്യൂ നോക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 23 lakhs ഉണ്ടാവും. ടോട്ടൽ വിഡ്രോ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 17.9 lakhs rupees ഞാൻ വിഡ്രോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ റിട്ടേൺ പെർസെൻറ്റേജ് പറയുന്നത് 13%. സോ ഇതിൽ നിന്ന് മനസ്സിലായി ഇത്രയും ഡിപ്സിൻ്റെ ഇടയിലും നമുക്ക് നല്ല രീതിക്കുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ്. സോ ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത ഫണ്ട്സും എക്സാമ്പിൾസൊക്കെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ മ്യൂച്വൽ ഫണ്ട് നോക്കുന്നത് ലോങ് സൈറ്റിൽ വെച്ചിട്ടാവണം. ഷോർട്ട് സൈറ്റിലാകുമ്പോൾ നമുക്ക് അതിന് രീതിക്കുള്ള ഡൗൺഫാൾ കിട്ടും. ലൈക്ക് മൾട്ടിപ്പിൾ ഇയേഴ്സിൽ ഇത്രയും നെഗറ്റീവ് വന്നിട്ടും നമുക്ക് നല്ല രീതിക്കൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റി അറ്റ് ആൻ ആവറേജ് ഓഫ് 18 to 15 XIRR വാല്യൂ. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കുന്നവർക്ക് വല്ല ഡൗട്ടോ അഡ്വൈസോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ക്ലോസ് ഫോർ ഫ്യൂച്ചർ കണ്ടൻറ്റ് ലൈക്ക് ദിസ്.